എവരിവൺ, ഐ എം ഡാനിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് സ്പേസിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ തമ്പനയിൽ കണ്ടിട്ട് കുറേ പേര് വിചാരിച്ചിട്ടുണ്ടാവും ഇതിന് ഇത്രയും മാത്രം വലിയ കാര്യമാണോ ഇത് പറയുന്നതെന്ന്. അപ്പം ശരിയാണ്, ഇത് വലിയൊരു കാര്യമൊന്നുമല്ല പറയുന്നത്. ഞാൻ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, അത്ര വലിയ കാര്യമായിട്ടല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിന് കുറച്ചൊക്കെ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിലുണ്ട്. നമ്മൾ 2 ടൈപ്സ് ജോബാണല്ലേ ഉള്ളത്. വർക്ക് ഫ്രം ഹോം ഉണ്ട്, അതുപോലെ തന്നെ ഓഫീസ് ജോബ്. ഞാനടക്കമുള്ള കുറേ പേരും ഉള്ളത് വർക്ക് ഫ്രം ഹോമിലാണ് അല്ലേ. ഈ കൊറോണയ്ക്ക് ശേഷം കുറേ പേര് അതിലോട്ട് വന്നു. മറ്റേത് ഏറ്റവും കൂടുതൽ പേരുണ്ടായിരുന്നത് ഓഫീസ് ജോബ്, ഡെയിലി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജോബായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്, അവരാണ് കൂടുതലും ചിന്തിക്കുക ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞാൻ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഡെയിലി ഓഫീസ് ജോബിൽ പോയിക്കൊണ്ടിരിക്കുന്നവർ അവർ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരിക്കും. അപ്പോൾ അവർക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലായിരിക്കും അവർ വരുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് ഈ ഒരു സ്പേസിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ദിവസം ഒരു 10 മിനിറ്റ്സ് എങ്കിലും നമ്മളൊരു മീ ടൈം എന്നുള്ളത് സെറ്റ് ചെയ്യാൻ പഠിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഈ ഡെയിലി റുട്ടീൻ, രാവിലെ പോകുന്നു, വൈകിട്ട് വരുന്നു, പിറ്റേ ദിവസം വീണ്ടും രാവിലെ എണീക്കുന്നു, പോകുന്നു, ആ ഒരു ഇതൊന്നും മാറി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ്, കൂടുതലും നല്ലത് മോർണിംഗ് ആണ്. ഒരു മീ ടൈം എന്ന് പറയുന്നത് കിട്ടുവാണെങ്കിൽ അത് ഈ ഒരു വർക്കിംഗ് സ്പേസിനോടകത്തൊക്കെ ആക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ 2023 ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ ആയിട്ട് കുറേ പേരും എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു കുഞ്ഞു തീരുമാനമായിട്ട് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതാണ്. ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. നമുക്ക് ഒരുപാട് സ്പേസ് ഒന്നും വേണ്ട, ഒരു കുഞ്ഞു ടേബിളും ഒരു ഡയറിയും വെക്കാൻ പറ്റാവുന്ന ഒരു സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മോർണിംഗ് എണീറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം. മോർണിംഗ് എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പീസ്ഫുള്ളായിട്ട് നമ്മളും നമ്മുടെ ചിന്തകൾ മാത്രമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു നല്ലൊരു ഇടം, അത്രയാണ് ഉദ്ദേശിക്കുന്നുള്ളൂ വർക്കിംഗ് സ്പേസ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ കുറേ ഭയങ്കര ഇത് കുറച്ച് ഓവറാണ്, അത്രയും ഒന്നും ഉദ്ദേശിക്കണില്ല. ചെറിയൊരു ഇൻഡോർ പ്ലാന്റോ അല്ലെങ്കിൽ ചെറിയ 2 കോട്ടോ അത്രയും മതി. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്പേസ് നമുക്ക് കിട്ടുക. അത് തന്നെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡ് കിട്ടും, നല്ലൊരു സെൽഫ് റെസ്പെക്റ്റ് തന്നെ കിട്ടും. കാരണം നമ്മൾ അവിടെ ഇവിടെ വലിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഞാൻ എന്താ ഇങ്ങനെ എന്നുള്ളത് അതൊന്നും മാറി നമ്മളിതൊക്കെ നല്ല ഭംഗിയിൽ വെക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മളോട് ഒരു സെൽഫ് റെസ്പെക്റ്റ് തോന്നും. അതുപോലെ തന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കോട്ട്സ്, ഇപ്പോൾ ബിലീവ് ഇൻ യുവർ സെൽഫ് അല്ലെങ്കിൽ ഐ ക്യാൻ ഡു ഇറ്റ്, അങ്ങനെ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസുകളൊക്കെ കോട്ട്സൊക്കെ എഴുതി വെക്കുകയാണെങ്കിൽ അത് നമുക്ക് കുറച്ചും കൂടി മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാനും സാധിക്കും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കുഞ്ഞൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ചേഞ്ച് വരുത്താനായിട്ട് വരും. അതുപോലെ തന്നെ നല്ലൊരു സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, അത് നമ്മുടെ വർക്കിനെ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓഫീസ് ജോബ് ഇല്ലാത്തവർ, വർക്ക് ഫ്രം ഹോം ഉള്ളവരാണെങ്കിൽ എന്തായാലും ഈ ഒരു വർക്കിംഗ് സ്പേസ് നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അവരുടെ വർക്കിൽ അത് നല്ല രീതിയിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവർ എന്തായാലും ഡെഫിനറ്റായിട്ടും ഈ ഒരു വർക്കിംഗ് സ്പേസ് നീറ്റായിട്ട് വെക്കണം. അല്ല ഡെയിലി പോകുന്നവരാണെങ്കിൽ കുറച്ച് സമയം തനിച്ചിരുന്ന്, അല്ല മോർണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാനും അതൊക്കെ ഒന്ന് ക്രമീകരിക്കാനൊക്കെ ഈ സ്പേസ് നന്നായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അത് തന്നെ നിങ്ങളുടെ ഓരോ ഡ്രീം അച്ചീവ് ചെയ്യിക്കാനും അല്ലെങ്കിൽ തന്നെ നിങ്ങളെ കറക്റ്റ് ടൈം മാനേജ്മെൻറ്റിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കറക്റ്റായിട്ട് ഇങ്ങനെ നമ്പർ ഇട്ട് എഴുതി അത് ഓരോന്ന് രാത്രി വന്നിരുന്ന് സക്സസ്ഫുൾ ആക്കി കാണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് വളരെ വലിയ ഒരു ഇതാണ്. അപ്പോൾ ഈ 2022 കഴിഞ്ഞ് 2023 കടന്നപ്പോൾ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തി. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്രയേ ഉള്ളൂ ഞാൻ ചെയ്യാറുള്ളൂ. നമ്മൾ ജസ്റ്റ് ഒരുപാട് ക്യാഷ് കളഞ്ഞ് അല്ലെങ്കിൽ ഒരുപാട് പെയിൻ്റ് അടിച്ച് അങ്ങനെയുള്ളൊരു മേക്ക് ഓവർ ഒന്നും വേണ്ട. നമ്മളെ ഉള്ള സ്ഥലം തന്നെ സോഫയും കസേരയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് ഒരു ചെറിയ മേക്ക് ഓവർ വരുത്താം. അപ്പോൾ തന്നെ ഒരു റീഅറേഞ്ച്മെൻറ്റ് വരുത്താം. അപ്പോൾ തന്നെ നമുക്കതൊരു പുതിയൊരു സ്പേസ് ആയിട്ട് മാറുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ ചെയ്ത ഒരു കാര്യം ജസ്റ്റ് ഈ വീഡിയോയിൽ അത് തന്നെ കാണിക്കാം. ജസ്റ്റ് കണ്ടിട്ട് വാ.
അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? കുഞ്ഞു കാര്യങ്ങളല്ലേ ചെയ്തിട്ടുള്ളത്, പക്ഷേ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുപോലെ തന്നെ നിങ്ങളും ഹാപ്പി ആവും, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ 2023 എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഹാപ്പിനെസ് നിറഞ്ഞ നല്ലൊരു വിജയം ആശംസിക്കുകയാണ്. ഡാൻ വ്ളോഗ്സ്, ഡാൻ ക്രിയേഷൻസ് എന്ന് പറഞ്ഞ ചാനൽ പോലെ തന്നെ നിങ്ങൾ വിജയിപ്പിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ല ഇത് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.